ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇച്ചിരി ലേറ്റായി, കാരണം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കണമായിരുന്നു. അതിന് ശേഷം വീഡിയോ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഇന്ന് രാവിലത്തേക്കാൾ മുന്നേ ഇന്നലെ വൈകുന്നേരം ഞാൻ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ച പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ മൊത്തം കണ്ടവർക്കറിയാം. ലെവലുകൾക്ക് വേണ്ടി മാത്രം ഓടി വരുന്നവരോ, അത്യാവശ്യം അറ്റവും മൂലയും കാണാൻ ഓടി വരുന്നവരോ, ഓടിച്ചിട്ട് കാണുന്നവരൊക്കെ അത് കേട്ടിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ വീഡിയോ അവസാനിക്കുമ്പം ഞാനൊരു കാര്യം പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയുക. ഓക്കെ, ബാക്കി ഞാൻ പറയുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് നമുക്ക് തന്നത്. നമ്മുടെ ബോക്സിൻ്റെ തൊട്ട് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, അല്ലേ? നമ്മുടെ ബോക്സിൻ്റെ ഇതാണ് ഈ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ ഓപ്പണിങ്. ബോക്സിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. നല്ല ഫോളായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഞാൻ രാവിലെ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞത് എന്താണ്, മാർക്കറ്റ് മുകളോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം, ഇല്ലേ? ഇനിയല്ല, താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൻ്റെ മണ്ട സസ്റ്റെയിൻ ചെയ്യണം. പൊട്ടി ബോക്സിനകത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പൊട്ടുന്നുണ്ടോ തിരിച്ച് കയറുന്നുണ്ടോ നോക്കുക. ഇതും പൊട്ടിയാൽ വെരി ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഇതും പൊട്ടിക്കഴിഞ്ഞാൽ 25,500 പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെമ്പററി സപ്പോർട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈൻ വരച്ചിട്ടേക്കുന്നത് 25,406. അതും പൊട്ടിയാൽ 25,333. ഇതാണ് ഫൈനൽ ടാർഗറ്റ്. ഇത്രയുമാണ് പറഞ്ഞത്. എത്ര പേര് നിങ്ങൾക്ക് ഇന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ട്രേഡിനെ വിനിയോഗിച്ചതെന്ന് ഞാൻ രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ പറഞ്ഞു. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക, ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഇന്ന് എക്സ്പയറി ഡേ ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് നല്ല രീതിയിൽ നല്ല ഫോൾ കിട്ടി. ഏകദേശം 400 പോയിൻറ്റിൻ്റെ ഫോളാണ് കിട്ടിയത്. നല്ല രീതിയിൽ എനിക്കും ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. നിങ്ങൾക്കും എത്ര പേർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ അതിനകത്തിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, കൺഫേംഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഇവിടെയായിരുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി ഈ ക്യാൻഡിലായിരുന്നു, ഇല്ലേ? ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഒരു ക്ലോസിങ് കിട്ടി. ഫുൾ പ്രൈസ് ആക്ഷനിൽ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഇതും പോട്ടെ. നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ പോട്ടെ. ഇതൊക്കെ മാർക്കറ്റ് വീണു, നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ മാർക്കറ്റ് വീണ് പൊട്ടി വീണു, ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കാമായിരുന്നു വേണമെങ്കിൽ, ഇല്ലേ? ഇത് മാർക്കറ്റ് പിന്നെ 25,500 വന്നു, ഇത് പൊട്ടി ഇവിടെ വന്ന് കുറേ നേരം ആടിക്കളിച്ചു, വീണ്ടും ഇത് പൊട്ടി ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നു, വേറെ മാർക്കറ്റ്. ഓക്കെ, ഇതൊന്നും നിങ്ങളൊന്നും എടുത്തില്ലെന്ന് വിചാരിച്ചു. ഇതെല്ലാം വിട്ടു, കല്ലി ഇത് വിട്ടു, എല്ലാം വിട്ടു. പക്ഷേ ഒരു കൺഫേംഡ് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയാമോ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതായിരുന്നു ആ കൺഫേംഡ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവരാണ്. പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവർക്ക് ഇത് കൃത്യമായി മനസ്സിലാകും. ഇതൊരു അപ് ട്രെൻഡ് ഫോർമേഷനാണ്. മാർക്കറ്റ് ഇവിടുന്ന് 100% മുകളിലോട്ട് പോകും എന്ന് ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു കൺഫർമേഷനായിരുന്നു ഈ 5 ക്യാൻഡിൽ. ഈ 5 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് കൺഫേംഡ് ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ വന്ന് മുട്ടിയപ്പോൾ തന്നെ ഞാൻ ട്രേഡ് എടുത്തു. ഏകദേശം ഞാൻ എടുത്ത ട്രേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ 25,400. ഓക്കെ, ഇനി പറഞ്ഞ കുഴപ്പമില്ലല്ലോ. 25,400 ഇവിടെ ഏകദേശം 18 രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടി. 18 രൂപ. ഈ 18 രൂപ പോയത് ഇവിടെ എത്തിയപ്പോൾ 45 രൂപയായി. ഈ 18 രൂപ ഇവിടെ എത്തിയപ്പം ഏകദേശം 45 രൂപയ്ക്ക് അടുത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ കിട്ടി. 45-46 ഇവിടെ എത്തിയപ്പോൾ തന്നെ കിട്ടി. പിന്നെ ഇവിടെ കിടന്ന് ആടി കളിച്ച് പിന്നെ എത്ര കിട്ടി എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഏരിയ വന്നപ്പോൾ ഇറങ്ങി, പിന്നെ അത് നോക്കിയില്ല. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടാണ് കറക്റ്റ് ഇത്രയും പ്രൈസ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, വലുതാക്കി കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പ്രൈസ് ആക്ഷൻ പഠിച്ചവർ ഓർത്തോണം എന്താ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ബെയറിഷ് പൊട്ടി വീണ മാർക്കറ്റ്. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ പണി കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. അവരുടെ കാര്യം ആദ്യം പറയട്ടെ. ഇവിടുത്തെ കാര്യം ആദ്യം, അത് മറന്നുപോയല്ലോ. ഇവിടെ മാർക്കറ്റ് പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അതിനുശേഷം ഇവിടെ വന്നു, ഈ സപ്പോർട്ടിൽ വന്നു, സ്ട്രോങ് ആയിട്ട് നമ്മുടെ സപ്പോർട്ട് എടുത്തു. റിജക്ഷൻ ക്യാൻഡിൽ വന്നു, ഒരു നല്ല ഗ്രീൻ ക്യാൻഡിലൂടെ കിട്ടി, ഇല്ലേ?
ഇതിന് മണ്ടയ്ക്ക് സി എടുത്ത് ധാരാളം ആൾക്കാർ ഇതിന് മണ്ടയ്ക്ക് സി എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രൈസ് ആക്ഷൻ കണ്ടവരോ എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ക്യാൻഡിലിൽ അവരെന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഒരു സി എടുക്കത്തില്ല. എന്തുകൊണ്ടാണ് കാരണം? പൊട്ടി വീഴുന്ന ഒരു മാർക്കറ്റ്, ഇങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. പൊട്ടി വീഴുന്ന ഒരു മാർക്കറ്റിൽ ഒരു ഡൗൺഫോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ചാടി കയറി സി എടുക്കാൻ പാടില്ല. എന്താ അതിൻ്റെ കാരണം? ഇത് പൊട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം സപ്പോസ് നിങ്ങളുടെ കാര്യം എടുക്കുക, നിങ്ങൾ ഇവിടുന്ന് ഒരു പി എടുത്തു ഇല്ലേ, നിങ്ങൾ ഇവിടുന്ന് ഒരു പി എടുത്തു, ഇവിടെ നിങ്ങൾ 50 രൂപയ്ക്ക് എടുത്തത് പി, ഇത് ഇവിടുന്ന് പൊട്ടി ഇവിടെ വന്നപ്പോൾ 100 രൂപയായി ഇല്ലേ, ന്യായത്തിൽ കൂടുതലുള്ള പ്രോഫിറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളുടെ സപ്പോർട്ട് ലൈൻ വരച്ചിട്ട് 2500 ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് എന്ത് വേണം സംഭവിക്കുക എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്ന മാർക്കറ്റിലുണ്ട് ഇല്ലേ? അവരൊക്കെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇപ്പോൾ ഒരു ടെമ്പററി, അപ്പോൾ എന്ത് ചെയ്യും? ഒരു പി നമ്മളിവിടെ ബുക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ ആക്ഷൻ നടക്കുന്നത്? ഒരു പി നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? താഴോട്ട് മാർക്കറ്റ് പോയി, ഇതൊക്കെ അറിയാവുന്നവരാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. പി നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള നിഗമനത്തോടു കൂടിയാണ് നമ്മളൊരു പി എടുക്കുന്നത് ഇല്ലേ? ആ പി എക്സിറ്റ് ആകുന്നത് എപ്പോഴാണ് നമ്മൾ പി എക്സിറ്റ് ആകുന്നത്? മാർക്കറ്റ് ഇവിടുത്തെ താഴോട്ടുള്ള ഫോൾ നിന്നു, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറും എന്നുള്ള പ്രതീതിക്കാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ പോയി പി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും ഇല്ലേ? ഈ പി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ബൈ ആക്ഷനാണ് നടക്കുന്നത്. ശരിയല്ലേ പറഞ്ഞത്? പി എടുക്കുമ്പോൾ നമ്മളെന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ ഇല്ലേ? പി നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴോ അവിടെ ഒരു ബൈ ആക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? അങ്ങനെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കാത്തിരുന്നവരെല്ലാം ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ബൈ പ്രഷർ വരും. ആ ഒരു ടെമ്പററി ബൈ പ്രഷറാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്ലിയറായി പറഞ്ഞു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് പതുക്കെ ആടിക്കളിച്ച് പൊട്ടി താഴോട്ട് വരുമ്പോൾ, അപ്പോൾ ഇവിടെ സി എടുത്തവരാരായി? ശശിയായി. ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ അല്ലേ? ഇന്നലെ ഞാൻ പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഫെബ്രുവരി 28 മുന്നേ നിങ്ങൾക്ക് ആ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൺഫേം ചെയ്യാൻ പറ്റും. അതിന് ശേഷത്തെ കാര്യം എനിക്കറിയത്തില്ല. ഓൾമോസ്റ്റ് ഇപ്പം 70% സീറ്റ് ഓൾറെഡി ബുക്കായി കഴിഞ്ഞു. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഇതാണ്ട് കൂടി എഴുതി കാണിക്കുക 9847534669. ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. നമുക്ക് കൂടുതൽ റീലോ പബ്ലിസിറ്റിയോ പോസ്റ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉള്ള കാര്യം പറയുന്നു. സൗകര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് വരാം, പങ്കെടുക്കാം. ന്യായമായിട്ടുള്ളൊരു ചെറിയ ഒരു ഫീസ് കാണും. ഇതിനിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. തൃശ്ശൂർ മാർച്ച് 14 ഇങ്ങനെയൊക്കെ പറയുന്ന ആരെയും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നില്ലേ? സാധാരണ രീതിയിൽ പോസ്റ്റർ അടിച്ചിറക്കും, മെസ്സേജ് വരും, റീൽസ് ഇറക്കും, ഇന്ന പരിപാടിയുണ്ട്. നമുക്ക് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. താല്പര്യമുള്ളവർ വരിക, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വരിക, പങ്കെടുക്കുക. ഓക്കെ, ആവശ്യക്കാരൻ പറഞ്ഞിട്ടില്ലേ പണ്ട്, നെല്ല് 10,000-ത്തിലുണ്ടെന്നാണെങ്കിൽ എലി പൂഞ്ഞാറ്റിൽ 4 പേരെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എവിടെ ക്ലാസ് വെച്ച് കഴിഞ്ഞാലും പഠിക്കേണ്ടവൻ വരും. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞു. അപ്പോൾ മാർച്ച് 14 സെക്കൻഡ് സാറ്റർഡേ ഈ നമ്പറിൽ നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അപ്പം ഇനി നമുക്കവിടെ എന്താ ഒരു ക്ലിയർ സംഭവം. ഇതാണ് ക്ലിയർ സംഭവം. ഇവിടെ എങ്ങനെ സംഭവിച്ചേ? പൊട്ടി വീഴുന്ന മാർക്കറ്റ് ഏകദേശം ഇവിടെ വരെ വന്നപ്പോൾ മാർക്കറ്റ് 400 പോയിൻറ്റോളം പൊട്ടി. ശരിയല്ലേ? മാർക്കറ്റ് 400 പോയിൻറ്റോളം പൊട്ടി. ഇനി എന്താണ് സാധാരണഗതിയിൽ നിഫ്റ്റിയിൽ ഒരു പൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 മുതൽ 150 പോയിൻറ്റിൻ്റെ ഒരു സാധാരണഗതിയിൽ ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡാണ് ഒരു നോർമൽ മാർക്കറ്റ് നടക്കുന്നത്. നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം സംഭവിക്കാം, അതിൽ കൂടുതൽ സംഭവിക്കാം. എങ്കിലും നമുക്കൊരു 60% മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 പോയിൻറ്റിൻ്റെ അപ്പ് സൈഡോ അല്ലെങ്കിൽ ഡൗൺ സൈഡോ ആയിരിക്കും സാധാരണഗതിയിൽ നിഫ്റ്റിയിൽ സംഭവിക്കാറുള്ളത്. പിന്നെ ഒരു 15% എന്ന് പറയുന്നത് ഒരു 200 മുതൽ 250 പോയിൻറ്റ് വരെ ഒരു 15% ദിവസങ്ങളിൽ സംഭവിക്കാറുണ്ട്. 250ൻ്റെ മുകളിൽ മാർക്കറ്റ് പോകുന്നത് ഏകദേശം ഒരു 10%. ഒരു വർഷത്തിൽ 10% ദിവസങ്ങളിലായിരിക്കും കൂടുതലും എന്ത് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു 250 മുകളിൽ റാലി ചെയ്യാറുള്ളത്. 300 മുകളിൽ റാലി ചെയ്യുന്നത് വളരെ എന്താ പറയുക, അത് ഒരു 10% വേണം നമുക്ക് കൂട്ടാം. 8 മുതൽ 10% വരെ നമുക്ക് കൂട്ടാം 300 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് റാലി ചെയ്യുന്നത്. 400 പോയിൻറ്റോ അതിനടുപ്പിച്ചോ ഒക്കെ വളരെ റെയറായിട്ട് മാത്രമേ മാർക്കറ്റിൽ സംഭവിക്കാറുള്ളൂ. വളരെ ഈവൻഫുള്ളായിട്ടുള്ള ഡേയിൽ മാത്രമേ
400 പോയിൻ്റ് ഒക്കെ അടുത്തടുപ്പിച്ച് മാർക്കറ്റ് ഒരു 5% ദിവസങ്ങളിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഒരു 400 പോയിൻ്റൊക്കെ നിഫ്റ്റി മൂവ് ചെയ്യാറുള്ളൂ. അതിന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് വളരെ റെയറായിട്ട് എന്തെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് നടക്കുന്ന ദിവസമോ ഇലക്ഷൻ ദിവസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവൻറ്റ് നടക്കുന്ന ദിവസങ്ങൾ മാത്രമേ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു ഇവൻറ്റ് പ്രത്യേകിച്ചൊന്നും ഇല്ല, പക്ഷേ IT സെക്ടർ, അത് ഞാൻ പറഞ്ഞു തരാം. IT സെക്ടറിൽ ഒരു ഭീകര ഫാളിൻ്റെ അടിസ്ഥാനത്തിലാണ് 400 പോയിൻ്റ് മാർക്കറ്റ് എന്ന് വീണത്. അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞു ഇല്ലേ. 400 പോയിൻ്റ് ഫോളായി മിനി മാർക്കറ്റ് ഫർദറായിട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്, സംഭവിക്കാം. എങ്കിലും ഇപ്പോഴത്തെ ഒരു അനുമാനം വെച്ച് 400 പോയിൻ്റ് കൂടുതൽ താഴത്ത് പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കറക്റ്റ് നമ്മുടെ സപ്പോർട്ട് 333 വന്ന് തട്ടി അവിടെ നിന്നു. ഞാൻ ഇവിടെ തന്നെ ചാടി കയറി. ഇവിടെ ഞാൻ എടുത്തത് 25,300 ഞാൻ എടുത്തത്. 25,300 ഞാൻ എനിക്ക് തോന്നുന്നു 78 രൂപയോ 80 രൂപയ്ക്ക് കണ്ട് എടുത്തിട്ട് ഞാൻ 108 രൂപയ്ക്ക് 106 രൂപയ്ക്ക് ഞാൻ ചാടി ഇറങ്ങി. കൂടുതലൊന്നും പിടിച്ചോണ്ടിരുന്നത്, നമുക്ക് ന്യായമായിട്ടുള്ളത് മതിയല്ലോ. ഞാൻ ഈ പ്രൈസൊക്കെ പറയാൻ കാര്യം ഞാനിത് ട്രേഡ് എടുത്തുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, വന്ന പോലെ തന്നെ ഒരു ക്യാൻഡിൽ എത്രത്തോളം ഫോഴ്സിൽ വീണോ അതേ ഫോഴ്സിൽ തന്നെ മാർക്കറ്റ് കയറി ഇല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരു ട്രേഡ് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് പ്രൈസ് ആക്ഷൻ്റെ മഹാത്മ്യം കാണുന്നത്. പ്രൈസ് ആക്ഷൻ നമ്മൾ അവിടെ എന്താ പഠിച്ചേക്കുന്നത്, ഒരു ഡൗൺ ട്രെൻഡ് ഒരു ബെയറിഷ് ക്യാൻഡിൽ വീണു, അതിന് തത്തുല്യമായിട്ട് തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, ഒരു റെഡ് ക്യാൻഡിൽ വീണു, അതിന് തത്തുല്യമായിട്ട് ഈക്വൽ ലെവലിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. അപ്പോൾ നമുക്കറിയത്തില്ല മാർക്കറ്റ് എങ്ങോട്ട്, മുകളിലോട്ട് പോകുമോ താഴോട്ട് വീണതിനെ അത്രയും തന്നെ പിന്നെ ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ ഇവനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. അപ്പോൾ നമുക്കിനി അറിയത്തില്ല വീണ്ടും താഴോട്ട് വരുമോ മുകളിലോട്ട് പോകുമോ, നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് കൺഫർമേഷൻ കിട്ടി. എങ്ങനെയാണ്, ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ കൺഫർമേഷൻ. ഈ ഒരു ക്യാൻഡിലാണ് കൺഫർമേഷൻ. എന്താണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്, ഒരു ഗ്രീൻ ക്യാൻഡിലോ റെഡ് ക്യാൻഡിലോ വീഴുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്, 50% മുകളിൽ എന്ത് ചെയ്യണം, ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്ന് ക്ലോസിങ് കിട്ടണം. ഇപ്പോൾ ഇതൊരു റെഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഇവിടെ 50% മുകളിൽ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. തിരിച്ചാണെങ്കിലും റെഡ് ക്യാൻഡിലാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണെങ്കിൽ തിരിച്ചൊരു റെഡ് ക്യാൻഡിൽ 50% മുകളിലൂടെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ക്യാൻസലായി മാർക്കറ്റ് താഴെ ഇറങ്ങി വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, രണ്ട് ഈക്വലാണ് അല്ലേ. ഒരു റെഡ് ക്യാൻഡിൽ വീണു, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി റെഡ് ക്യാൻഡിലിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും. പക്ഷേ നമുക്കൊരു കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ എങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്, അതിൻ്റെ അടുത്ത ക്യാൻഡിൽ വീണത് നോക്കിക്കേ 50% താഴെയുള്ളൊരു ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിലാണ് ഉണ്ടായത് ഇല്ലേ. നമുക്കിത് ഇൻവാലിഡ് ആണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്, ഈ 50% മുകളിലുള്ള റെഡ് ക്യാൻഡിൽ എന്ത് ചെയ്യണം, ഇവിടെ ഫോം ആവണം, എങ്കിൽ മാത്രമേ ഇത് ഇൻവാലിഡ് ആകത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇൻവാലിഡ് ആയോ ഇല്ല. ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ 25% മാത്രമേ ഉള്ളൂ ആ ഒരു റെഡ് ക്യാൻഡിൽ വീണ്. അപ്പോൾ അതിനർത്ഥം എന്താ, മാർക്കറ്റ് ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതാണ്, ഒരു റിവേഴ്സൽ വന്നതാണ്, ഒരു സ്വീപ്പ് ചെയ്താണ്. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം സുന്ദരമായിട്ട് നമുക്കൊരു 50 ഇവിടെ എത്ര 300 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 300 ഞാനിവിടെ കയറി 360 400 ഒരു 80-90 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് ഇവിടെ എന്ത് ചെയ്തു കിട്ടി. എത്ര ക്യാപ്ചർ ചെയ്തു നിങ്ങൾ, എനിക്കറിയാം പലരും ക്യാപ്ചർ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. അതിനുശേഷം പിന്നെ ഇത് ലാസ്റ്റ് ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് കുറച്ച് DK വന്നു. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് ക്ലോസ് ചെയ്തെങ്കിലും ക്ലോസിങ് ഇവിടെ വന്നു 425 424 മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ഇവിടെ അങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എങ്ങനെ മനസ്സിലാകും, നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. കൃത്യമായി പ്രൈസ് ആക്ഷൻ പഠിക്കുകയും ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻസും ക്യാൻഡിൽസിൻ്റെ സ്ട്രക്ചറും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ സുന്ദരമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാന്യമായ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കുറുക്ക് വഴി തേടി പോകുമ്പോഴാണ് വേറെ പല ടെൻഷനുണ്ട്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല, പറയുമ്പോൾ പിന്നെ പലരെയും വേദനിപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് സംഭവിച്ചത് എന്താ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് ഫോൾ ഉണ്ടായത്, കാര്യം പറഞ്ഞില്ലല്ലോ. ഇന്ന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഫോൾ ഉണ്ടായത്, നമ്മളിപ്പോൾ ഞാൻ എൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ജെഫ്രീസ് എന്ന് പറഞ്ഞ വലിയൊരു FIAs ആണ്, ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, FIA ആണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് ജെഫ്രീസ്. ഓക്കെ, ഇവർ എന്ത് ചെയ്തു, നമ്മളുടെ IT സെക്ടറിനെ 33% ഡൗൺഗ്രേഡ് ചെയ്തു. 33% ഡൗൺഗ്രേഡ് ചെയ്തു. ഇനി 33% താഴോട്ട് പോകുന്നതാണ് പറയുന്നത്. അതായത് സ്റ്റേബിൾ എന്നുള്ള അണ്ടർ പെർഫോം എന്നുള്ള റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർ പെർഫോം
ഓക്കെ, അണ്ടർ പെർഫോം എന്നുള്ള റേറ്റ്. അതായത് ഈ ഇപ്പം ടി സി എസിനൊക്കെ കൊടുത്തേക്കുന്ന ടാർഗറ്റ് 2400 രൂപയാണ്. 2400 രൂപ. 5000-ന് മുകളിൽ കടന്നിരുന്ന സ്റ്റോക്കാണ്. 50% താഴെ സാധനം പോയി ടി സി എസിന്. അപ്പം ഇന്ന് ഐ ടി സെക്ടർ അഡപാട്ടല്ലേ പൊട്ടി. ഇന്ന് ഡൗൺഗ്രേഡ് ചെയ്തേക്കുന്ന ഇൻഫോസിസിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്, HCL ടെക്കിനെ ചെയ്തിട്ടുണ്ട്, എംഫോസിസിനെ ചെയ്തിട്ടുണ്ട്. പല മേജർ ഐ ടി സ്റ്റോക്കുകളെല്ലാം ടി സി എസ് അടക്കം എല്ലാത്തിനെയും ഡൗൺഗ്രേഡ് ചെയ്തു. ഇതാണ് വലിയൊരു ഫോൾ വന്നു, അതിന് സാക്ഷ്യം വഹിച്ചതാണ് ഇന്ന് നിഫ്റ്റി. അപ്പോൾ ഇതിന് തന്നെ ഈ സെക്ടറിൽ തന്നെ ഐ ടി സെക്ടറിൽ തന്നെ കോഫോർജിനെയൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിക്കവറി വരാനുള്ള സാധ്യത ഉണ്ട് എന്നവരൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഐ ടി ആണ് ഇന്ന് മാർക്കറ്റിനെ എന്ത് ചെയ്തത്, തകർത്ത് താഴെ കളഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഐ ടി സെക്ടറിൻ്റെ ഐ ടി ഇൻഡെക്സിനെ വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എന്താണ് ജസ്റ്റ് ഐ ടി ഇൻഡെക്സിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആകാംക്ഷ കാണും അല്ലേ? അപ്പോൾ നമുക്ക് ഐ ടി ഇൻഡെക്സിനെ ഒന്ന് നോക്കാം. ഞാൻ തപ്പിയെടുത്തോട്ടെ, ഇച്ചിരി ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, ഒരു സെക്കൻഡ് ഒന്ന്. ഇൻഡെക്സ് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇൻഡെക്സിനകത്തിൽ ഐ ടി ഇവിടെ ഐ ടിക്കകത്തിൽ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെറിയ റിക്കവറി നടന്നില്ലേ? നമുക്കൊന്ന് ഞാൻ ചാർട്ട് ഇട്ടാന്ന് അറിയത്തില്ല, വീക്കിലി നമുക്കൊന്ന് നോക്കാം. വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് വീക്കിലി ക്യാൻഡിലാണ്. വീക്കിലി ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2023 ഐ ടി സെക്ടർ എവിടെ ആയിരുന്നു കണ്ടോ, മനസ്സിലായോ? 2023 ഐ ടി സെക്ടർ എവിടെയായിരുന്നു ആ ഏരിയയിലാണ് ഇപ്പം, അതും പൊട്ടി ആ ഏരിയയിലാണ് ഇപ്പോൾ ഐ ടി നിൽക്കുന്നത്, ഐ ടി ഇൻഡെക്സ് നിൽക്കുന്നത്. ഇനിയിപ്പം അടുത്തത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 26,298 ഇവിടെ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഐ ടി സെക്ടർ ഏകദേശം 3 വർഷം എന്ത് ചെയ്തു, ബാക്കിലോട്ട് പോയി. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ നിങ്ങളുടെ ഈ പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഐ ടി ബീസ് അതായത് ETF നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതനുസരിച്ച് കുറച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു 1-2 വർഷത്തേക്ക് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു മെച്ചമായ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പൈസ ഇല്ലാത്തവർ, കാശുള്ളവർക്കൊക്കെ നല്ല നല്ല സ്റ്റോക്കുകൾ മേടിക്കാം. അതിപ്പോഴും വാങ്ങിക്കാൻ പാടില്ല. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം തിരിച്ചൊരു റിവേഴ്സൽ സിഗ്നൽ കാണിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ. കാരണം എവിടെ വരെ പൊട്ടും നമുക്ക് അറിയത്തില്ല. അതേസമയം ഐ ടി ബീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ച് നിങ്ങളുടെ ഈ പൈസ ഉള്ളതനുസരിച്ച് കുറച്ച് ഓരോ ഡിപ്പിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ആഡ് ചെയ്യാം. അത് നാളെ വിൽക്കാൻ വേണ്ടിയല്ല, 1-2 വർഷം നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടി വരും. ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഐ ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, സമയം ഒത്തിരി കടന്നു പോകുന്നു എങ്കിലും അപ്പം നമുക്ക് ഇനിയും മാർക്കറ്റിലോട്ട് വരാം. ഓക്കെ, മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ സാറിന് മനസ്സിലായി നാളെ യുദ്ധം ഉണ്ടാകത്തില്ല എന്നുള്ളത്? ഞാനൊരു രസകരമായ സംഭവം പറയാം. നാളെയും മറ്റന്നാളും 25-ഉം 26-ഉം നമ്മളുടെ മോഡിജി ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുമ്പം ഈ സമയത്ത് ഒരടി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഗ്ലോബലി, ഞാൻ രാഷ്ട്രീയമൊന്നും പറയുമല്ലേ, ഗ്ലോബലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരാളാണ് നമ്മുടെ മോദിജി, ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രി. അപ്പം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ആര്? ഇസ്രായേൽ. ഓക്കെ, അപ്പം ഇങ്ങനെയൊരു അവസരത്തിൽ ഇങ്ങനെയൊരു ലോക നേതാവിനെ ഈ രാജ്യത്തോട്ട് വിളിച്ച് വരുത്തുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ ഞാൻ എൻ്റെ ഒരു അനുമാനം പറയുവാണ്. വേണമെങ്കിൽ ഇതിന് റോങ് സംഭവിക്കാം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്നോ നാളെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും 25-26 മോദിജി ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. പല പ്രധാനപ്പെട്ട കരാറുകളും ഒക്കെ ഒപ്പിടും, പല ജോയിൻറ്റ് വെഞ്ചറൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു, നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ എന്തായാലും 10 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അതിനകം എന്ത് വരും എന്നറിയത്തില്ല. അപ്പം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന പല
മറ്റ് സംഘടനകളൊക്കെ ഞങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യും, കൂടെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്നാലും അടുത്ത 1-2 ദിവസങ്ങളിൽ എന്താ സംഭവിക്കത്തില്ല, ഒരു യുദ്ധം ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ അണ്ണൻ എന്തെങ്കിലും ഭ്രാന്ത് രാത്രി കയറുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? നാളെ ഞാൻ മാർക്കറ്റ് രാത്രി പ്രത്യേകിച്ച് സംഭവവാസങ്ങളൊന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ അണ്ണൻ്റെ വായിലെ നാക്ക് അടങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ പ്രത്യേകിച്ച് സംഭവവാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇത് ജസ്റ്റ് എന്താ പറയുന്നത്, ചാർട്ട് ബേസ്ഡ് അല്ല പറയുന്നത്, ഒരു അനുമാനമാണ് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ വെച്ചിട്ട് ഒരു അനുമാനമാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എങ്ങനെ ഇന്ന് രാത്രിയിൽ അണ്ണൻ വേറെ പ്രകോപനപരമായ വർത്തമാനങ്ങളൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ തന്നെയൊക്കെ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ നമുക്ക് 2500 മുകളിലൊക്കെ മാർക്കറ്റ് കാണേണ്ട സാഹചര്യം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കയറും, നമ്മുടെ കൂട്ടിൽ കയറും, കൂട് കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ 25,657 വീണ്ടും തിരിച്ചിവിടെ വരും. ഇപ്പം തൽക്കാലം വേറെ ഒന്നും പറയാനില്ല. ഇത് ഇത്രയും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നാളെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. പിന്നെ ബാക്കി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ, 61,000 നമുക്കൊരു സപ്പോർട്ടാണ്. 61,000 വന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലാണ് ക്ലോസിങ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നത്, മാർക്കറ്റ് ഈ 61,000 മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 61,740 അത്രയും പോകത്തില്ല എങ്കിലും ഈ ഹൈ വരെ പോകാനുള്ള സാധ്യത, നാളെ ഈ ഹൈ വരെ 61,400 വരെയൊക്കെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത നമ്മുടെ കേൾവി കേട്ട നമ്മുടെ അണ്ണൻ നമ്മുടെ മിഡ് ക്യാപ്പ് ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നല്ലൊരു കയറ്റം അണ്ണൻ കയറി. രാവിലെ ഈ പറഞ്ഞ നിഫ്റ്റിയുടെ കൂട്ട് തന്നെ പതുക്കെ ആടിക്കളിച്ച് വരുമായിരുന്നു. ഉച്ചവരെ ഒരു 12 മണി വരെ 11 മണി വരെയൊക്കെ പിടിച്ചു നിന്നു. അതിനുശേഷം എന്ത് ചെയ്തു, നല്ല രീതിയിൽ നേരെ താഴോട്ട് പോയതിന് ശേഷം ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു നല്ല റിക്കവറി, അത് നിഫ്റ്റി കയറുന്നതിനേക്കാളും വളരെ ഫാസ്റ്റിൽ മിഡ് ക്യാപ്പ് എന്ത് ചെയ്തു, കയറി 475 ആണ് കാണിക്കുന്നതെങ്കിൽ 424 ഈ ഏരിയയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഇനിയിപ്പം നമുക്ക് ഒരു അപ്സൈഡ് കാണണമെങ്കിൽ 13,500 കടക്കണം. 13,500 കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് അടുത്ത ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബാക്കി നമുക്ക് നാളെ നമുക്ക് മാർക്കറ്റ് ടൈമിൽ നമുക്ക് ചിന്തിക്കാം. സമയം തന്നെ ഇപ്പോൾ ഒത്തിരി തന്നെ കടന്നുപോയി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കുറുക്ക് വഴിയില്ല, ചൊവ്വ നേരെ പഠിക്കുക. പ്രൈസ് ആക്ഷൻ സീരീസ് കാണാത്തവർ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കണ്ടാൽ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ സഹായം ഇല്ലാതെ കൃത്യമായി നിങ്ങൾക്ക് ക്യാൻഡിലുകളെ നോക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് ഇന്ന് ബെസ്റ്റ് എക്സാമ്പിളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവരെന്നെ വിളിച്ചു, സ്ക്രീൻഷോട്ട് അയച്ചു തന്നു, കാര്യങ്ങൾ സംസാരിച്ചു, എല്ലാം സന്തോഷം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇതിനെല്ലാം ഒരു മറുവശം ഉണ്ട്. ഓക്കെ, ആ മറുവശത്ത് നമ്മൾ അഭിമുഖീകരിക്കാൻ നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. ഓക്കെ, എപ്പോഴും പ്രോഫിറ്റ് മാത്രമല്ല, ഒരു ലോസിൻ്റെ കാലവും നമുക്കുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡിക്ഷൻ എപ്പോഴും ശരിയാകണമെന്നില്ല, അതിന് തിരിച്ച് ഒരു മറുവശം ഉണ്ടാകും. പ്രൊഡിക്ഷൻ തെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് മാർക്കറ്റിൽ എന്തുണ്ടായാലും അതിനെ ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ മാനസിക നില എന്തായിരിക്കണം, വളരെ കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയും കിട്ടാം, ഇനിയും പോകും പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നഷ്ടം വരുമ്പോൾ ഇനിയും മേലോട്ട് കയറുമെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്യുമെന്ന് അറിയാണ്. കൃത്യമായ മാനദണ്ഡം പാലിച്ച് കൃത്യമായി ന്യായമായി പ്രോഫിറ്റ് കിട്ടിയാൽ ഇറങ്ങുക, കൃത്യമായി സ്റ്റോപ്പ് ലോസ് നമ്മൾ എത്തുമ്പോൾ അവിടെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.